രാവിലത്തെ തപാലിൽ ഒരു കത്തുണ്ടായിരുന്നു. പരിചയമില്ലാത്തവർ കണ്ടാൽ തൻ്റെ സ്വന്തം കയ്യെഴുത്താണെന്ന് പറയും. അത്ര സാമ്യമുണ്ട് അനിയത്തിയുടെ കയ്യെഴുത്തിന്. ഒന്ന് ഓടിച്ച് വായിച്ചു. വിമല ദീദി, എനിക്കിവിടെ ജീവിക്കാൻ വയ്യ. ഞാനും ചേച്ചിയുടെ കൂടെ വരട്ടെ? ബാബുവേട്ടൻ ഇന്നലെ കുടിച്ചു വന്നു അമ്മയുമായി വലിയ വഴക്കുകൂടി. ബീർ ബഹാദൂറിനെ തല്ലാൻ ചെന്നു. വിമല ദീദി ഇങ്ങോട്ട് വരൂ, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് താമസിക്കാം. മേശവലിപ്പിലെ കത്തുകളുടെ സമൂഹത്തിൽ അതും തിരികെ വച്ചു. അനിതയ്ക്ക് എന്തു പറ്റി? പ്രദീപ് ചന്ദ്രൻ സ്ഥലം വിട്ടോ? അതോ അവളുടെ മനസ്സിന് പാകത കിട്ടുകയാണോ? വൈകുന്നേരം അമർ സിംഗ് കുറച്ച് സമയം ഒഴിവ് ചോദിച്ചു. 3 നാഴിക ദൂരെ താമസിക്കുന്ന ഒരു ബന്ധു മരിക്കാൻ കിടക്കുകയാണ്. സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചെത്തിക്കൊള്ളാമെന്നാണ് കരാറ്. അവൾ പോർട്ടിക്കോവിൻ്റെ താഴെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. ഗോൾഡൻ നൂക്കിൻ്റെ മുന്നിൽ നിന്ന് പടിക്കലേക്ക് സർദാർജി നടന്നു വരുന്നത് കണ്ടു. അയാൾ കീഴോട്ടിറങ്ങിപ്പോകുമെന്നാണ് കരുതിയത്. നേരെ വന്നത് വേലിക്കടുത്തേക്കാണ്. ഗുഡ് ഈവനിങ്. ഈവനിങ്. ഇന്നത്തെ ബോട്ട് യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ബോട്ട് യാത്ര നടത്തിയെന്ന് ആര് പറഞ്ഞു? മുള്ളുവേലി ഉറപ്പിച്ച കോൺക്രീറ്റ് തൂണിൽ പിടിച്ച അയാളുടെ നീണ്ട വിരലുകളിൽ നോക്കിയാണ് ചോദിച്ചത്. എനിക്ക് ഊഹിച്ചുകൂടെ? നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഞാൻ വേണമെങ്കിൽ ഒരു പുസ്തകം പോലെ വായിക്കാം. ബഹളത്തിൽ നിന്ന് അകന്നു നിന്ന എല്ലാം കാണാനാണ് നിങ്ങൾക്കിഷ്ടം. തടാകത്തിൽ തിരക്കുള്ളപ്പോൾ ബോട്ട് യാത്ര ഇഷ്ടമില്ലെങ്കിലും ഞാൻ ക്ഷണിച്ചപ്പോൾ പോകാമെന്ന് വെച്ചു. ഞാൻ വന്നില്ല. അപ്പോൾ ബോട്ടിൽ 10 വട്ടം കറങ്ങിയേ തീരൂ എന്ന വാശിയോടെയാവും നിങ്ങൾ പുറത്തിറങ്ങിയത്. എന്താ ശരിയല്ലേ എന്ന ഭാവത്തിൽ അയാൾ കണ്ണുകൾ ഉയർത്തി. ഒരു സിഗരറ്റ് വലിക്കട്ടെ? ആരും അറിയണ്ട. എന്താ അറിഞ്ഞാൽ? എൻ്റെ രക്ഷകർത്താവ് അറിയരുത് എന്നാണ് പറഞ്ഞത്. സിഗരറ്റ് വലിച്ച് സ്വാദോടെ പുക ഊതി വിട്ടുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാനും ചങ്ങാതിയും തമ്മിൽ എന്നും വടംവലിയാണ്. നിങ്ങളുടെ രക്ഷിതാവിനെ ഞാൻ കണ്ടിട്ടില്ല, കാണില്ല. അതാണല്ലോ മൂപ്പരുടെ പ്രത്യേകത. അയാൾ വേലിക്കപ്പുറത്ത് അലസമായി ചുറ്റി നടന്നു, സംസാരിക്കാവുന്ന അകലത്തിൽ. ടീച്ചർജി, അവൾ ശ്രദ്ധിച്ചു. ഞാനൊരു തമാശ പറയട്ടെ? കേൾക്കട്ടെ എന്ന ഭാവത്തിൽ അവൾ നിന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല. അയാളുടെ വരണ്ട് വികൃതമായ മുഖത്ത് രക്തഛായകൾ മിന്നിമറയുന്നത് കണ്ടു. അവൾ പരിഭ്രമിച്ചു പോയി. ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. തണുത്ത വാക്കുകൾ. ആവശ്യമോ അഭ്യർത്ഥനയോ ഇല്ലായിരുന്നു. മറുപടി പ്രതീക്ഷിക്കുന്നുമില്ല. അവൾ സ്തംഭിച്ചു പോയി. എന്തെങ്കിലും പറയണമല്ലോ എന്നോർത്ത് അവൾ പ്രയാസപ്പെട്ടു. സ്വാഭാവികത വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ലല്ലോ. അതാണ് വേണ്ടത്. നിങ്ങളുടെ പശ്ചാത്തലം മുഴുവൻ എനിക്ക് മറ്റുള്ളവരോട് ചോദിച്ചറിയാം. ഒരു 100 കൂട്ടം കാര്യങ്ങൾ. അതെല്ലാം കൂടിയാവുമ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ 1000 വേരുകളും ചില്ലകളും ഇലകളുമെല്ലാം വന്നുകൂടുന്നു. നിങ്ങൾ ഒരു ബിന്ദു മാത്രം. സിഗരറ്റിൻ്റെ അവസാനത്തെ പുക കൂടി വലിച്ചെടുത്ത് സംതൃപ്തിയോടെ അയാൾ അത് ദൂരേക്ക് എറ്റിത്തെറിപ്പിച്ചു. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? വരണ്ട മുഖവും നെറ്റിയിൽ വികൃതമായ കറുപ്പും കണ്ണിൽ പ്രകാശവുമുള്ള ഈ മനുഷ്യനെ പറ്റി ചോദിക്കാൻ പലതുമുണ്ടായിരുന്നു. ആ പിന്നെ ടീച്ചർജി, ഒരപേക്ഷ. അവൾ നിശബ്ദമായി കേൾക്കാൻ തയ്യാറെടുത്തു. ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണം, അല്ലെങ്കിൽ ആ മഹാസ്ഥിതി മറന്നുപോകും. ഞാൻ കരയുന്നില്ലല്ലോ. കരയുന്നത് കണ്ടാൽ എനിക്ക് അറപ്പേ തോന്നാറുള്ളൂ. നിങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോഴാണ് വിഷമം. അയാൾ വാച്ചിൽ നോക്കി. ഓ, മരുന്നിൻ്റെ സമയം. രക്ഷിതാവിനെ ഭയപ്പെടണം. അയാൾ ധൃതിയിൽ അയഞ്ഞ ട്രൗസറുകൾ വലിച്ചിഴച്ച് നടന്നു പോകുമ്പോൾ അവൾ നോക്കി നിന്നു. ഭ്രാന്താണോ? സന്ധ്യ കറുക്കാൻ തുടങ്ങി. നടുമുറ്റത്തെ ഡോം ലൈറ്റിട്ടു. വിളറിയ ഇരുട്ടിൽ പതിഞ്ഞു കിടക്കുന്ന ആ കെട്ടിടത്തിനകത്ത് തനിയേ ഇരിക്കാൻ ഭയം തോന്നി. അമർ സിംഗ് വരാൻ ഇനിയും എത്ര താമസിക്കുമോ എന്തോ. വരാന്തയുടെ ചുറ്റും നടന്ന് ഇടവിട്ട കൽത്തൂണുകളിലെ സ്വിച്ച് അമർത്തി. മുറിയിൽ ചെന്നിരുന്ന പുസ്തകങ്ങൾ മറിച്ചു നോക്കി. കണ്ട് പഴകിയ പുറംചട്ടകൾ. മടുപ്പ്. പകൽ മഴ പലവട്ടം ചാറി. കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. കുന്നിൻ്റെ ചെരുവിൽ വഴി തിരിയുന്നിടത്ത് കരിങ്കല്ല് കെട്ടിയുണ്ടാക്കിയ അർത്ഥവൃത്തത്തിൽ നിന്ന് കാഴ്ചപ്പാടിൽ ദൂരത്തെ കൊടുമുടികൾ പുകച്ചുരുളുകളായി മാറി. മലമ്പാതയിൽ നിന്ന് വല്ലപ്പോഴും ഒരു കുളമ്പടി കേൾക്കാം. പതിവിന് വിപരീതമായി ഉച്ചയ്ക്ക് തന്നെ മഞ്ഞിറങ്ങി തടാകത്തിന് മീതെ പൂർണ്ണമായ ഒരു ആവരണം പോലെ വ്യാപിച്ചു. വൈകുന്നേരം മലയിടുക്കുകളിലൂടെ ചീറിയടിക്കാൻ തുടങ്ങിയ കാറ്റിൽ നേർത്ത ജലകണങ്ങൾ തങ്ങി നിന്നു.
ദിവസങ്ങൾക്ക് ശേഷം ഇക്താരയുടെ മർമ്മരം ഒഴുകിയെത്തി. പിറകെ സർദാർജിയുടെ ദുർബലമായ ശബ്ദവും. ജാലകക്കീറ് പാതി തുറന്നപ്പോൾ തണുത്ത കാറ്റിൽ ശരീരം വിറച്ചു. മഞ്ഞിലൂടെ ഗോൾഡൻ നൂക്കിൻ്റെ പ്രകാശം പുരണ്ട കണ്ണാടി ചില്ലുകൾ ഇളം മഞ്ഞ നിറത്തിൽ തെളിഞ്ഞു കണ്ടു. ഉങ്കിലിയ കട്ടാക്കാനി അഖാം ദ കജ്ലാമി. കാറ്റിൻ്റെ ഇരമ്പത്തെയും ജയിച്ചുകൊണ്ട് ഇക്താരയുടെ സ്വരമുയർന്നു. പഞ്ചാബി പെൺകൊടിയുടെ നെടുവീർപ്പുകൾ തണുത്തു വിറങ്ങലിച്ച വായുവിൽ കോരിത്തെരിപ്പുകൾ പരത്തുന്നു. സർദാർജിയുടെ രക്ഷാകർത്താവ് ഇന്നുറങ്ങുകയാണോ? എന്തേ, പാടാൻ അനുവദിച്ചതാവോ? ജാലകമടച്ച് കുറ്റിയിട്ട് കിടന്നു. പകൽ കണ്ണു തുറന്നതിനു മുമ്പേ വാതിൽക്കൽ തുരുതുരെ മുട്ടുകേട്ടു. ഉറക്കം ഞെട്ടി അവൾ നെഞ്ചിടുപ്പോടെ ചോദിച്ചു, കോൻ ഹേ? ഞാനാണ് ബിബിജി. അവൾ വാതിൽ തുറന്നു. അമർ സിംഗ് കണ്ണ് തിരുമ്മിക്കൊണ്ട് വാതിൽക്കൽ നിൽക്കുന്നു. എന്താ? സർദാർജി വിളിക്കുന്നു. എത്ര നേരത്തെ? യാത്ര പറയാനാണ്. ഉലഞ്ഞ വസ്ത്രങ്ങൾ ശരിപ്പെടുത്താതെ ഷോൾ കൊണ്ട് മൂടിപ്പുതച്ച് അവൾ വരാന്തയിലൂടെ പോർട്ടിക്കോവിലേക്ക് നടന്നു. കാറ്റിൻ്റെ തണുത്ത കൈവിരലുകൾ മുഖത്ത് തഴുകുന്നുണ്ടായിരുന്നു. പാതി വിടർന്ന പകൽ വെളിച്ചത്തിൽ അവൾ മുറ്റത്ത് നിൽക്കുകയാണ്. ഉറക്കം തടസ്സപ്പെടുത്തിയതിൽ ക്ഷമിക്കണം ടീച്ചർജി. ഓ, സാരമില്ല. ഉറക്കച്ചടവ് കാരണം തൊണ്ട പരുക്കനായിരുന്നു. ഞാൻ പോകുന്നു ടീച്ചർജി. എന്താണ് പറയേണ്ടത് എന്നാലോചിച്ച് അവൾ വിഷമിച്ചു. അവസാനം പറഞ്ഞു, ഇനിയും കാണാം. അയാൾ ചിരിച്ചു. എന്നു പറയാൻ എനിക്ക് ധൈര്യം പോരാ ടീച്ചർജി. ഏറിയാൽ 4 മാസം എന്നാണ് നമ്മുടെ രക്ഷകർത്താവ് പറയുന്നത്. ഉറക്കത്തിൻ്റെ പാടകൾ അവളുടെ കണ്ണിൽ നിന്ന് ഊർന്നു വീഴുകയായിരുന്നു. ഓ, അതുതന്നെ എനിക്ക് ലാഭമാണ്. അതിന് ദൈവത്തോട് നന്ദി പറയണം. ലങ് ക്യാൻസറിന് 1 കൊല്ലമാണത്രേ അവധി. ഒരു 4 മാസം നമുക്ക് ബോണസായി തന്നിരിക്കുന്നു. അയാൾ പദപ്രയോഗത്തിൽ രസിച്ചിട്ടെന്ന പോലെ ചിരിച്ചു. അവൾ ഒന്നും മിണ്ടിയില്ല. നമസ്തേ ടീച്ചർജി. നല്ലത് വരട്ടെ. നമസ്തേ. അയാൾ 2-4 അടി നടന്ന ശേഷം തിരിഞ്ഞു നിന്നു. അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കടം ചോദിച്ചൊരു സായാഹ്നം ബാക്കി കിടപ്പുണ്ട്, മറക്കരുതേ. അയാൾ ഉറക്കെ ചിരിച്ചു. കാലുകൾ വലിച്ചു വലിച്ച് നടന്നുപോയി. സാമാനങ്ങൾ ചുമക്കുന്ന 2 കൂലിക്കാർ പിറകെ. എവിടെ അയാളുടെ കൂട്ടുകാരൻ? വരാന്തയിലൂടെ മുറിയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അമർ സിംഗിനെ കണ്ടു. മുഖം നിറയെ ചിരിയാണ്. സർദാർജി ബെടിയാന കാശുകാരനാണ്. ബീബിജി, എനിക്ക് ബക്ഷീസ് തന്നത് എത്രയാണെന്നോ? 10 രൂപ. അമർ സിംഗ്, എവിടെ അയാളുടെ കൂട്ടുകാരൻ? കൂട്ടുകാരനോ? അയാൾ തനിച്ചായിരുന്നു ബീബിജി. അവൾ വാതിലടച്ചു.